വേറൊരു സംഭവം പറയാനുള്ളതാണ്. ഇപ്പൊ മെസ്സി എന്താണ് പറയുക, അൽ ഹിലാലിനോട് തോറ്റ്, അതേപോലെ തന്നെ അൽ നാസറിനോട് തോറ്റ്. രണ്ട് ടീമുകളോടും ഊമ്പി ഊമ്പി പോയി. രണ്ട് ടീമുകളോടും മാറി മാറി മെസ്സി തോറ്റ്. അത് കഴിഞ്ഞിട്ട് മെസ്സി എന്താ ചെയ്തത്? മെസ്സി അതിന്റെ റിപ്ലൈ ആയിട്ട് മെസ്സി ചെയ്തതെന്ന് പറഞ്ഞാല് ഓനെ ഡി പി മാറ്റിയിട്ട് വേൾഡ് കപ്പിനെ ഡി പി ആക്കി. ഇതേ സംഭവം തന്നെയാണ് അൽ ഹിലാലിനോടും അൽ നാസറിനോടും തോറ്റപ്പോൾ മെസ്സി എന്താ ചെയ്തത്? മെസ്സി അവനെ ഡി പി മാറ്റിയിട്ട് വേൾഡ് കപ്പിനെ ഡി പി ആക്കി. ഇതേ സംഭവം തന്നെ മെസ്സി ഫാൻസും ചെയ്യണത്. നമ്മൾ മെസ്സിക്കെതിരെ എന്ത് പറഞ്ഞാലും, മെസ്സി ബാലൻഡിയോർ റോബറി നടത്തി, അല്ലെങ്കിൽ മെസ്സി എന്താണ് പറയാ ഒരു കാട്ട് കള്ളനാണെന്ന് നമ്മൾ വിത്ത് പ്രൂഫ്, വിത്ത് തെളിവ് അവർക്ക് കാണിച്ചു കൊടുത്താലും അവരെന്ത് ചെയ്യും? അവര് പറയും എന്താണ് പറയാ, അവര് അവര് വേൾഡ് കപ്പും പൊക്കി പിടിച്ച് വരും. അവർ ഈ വേൾഡ് കപ്പ് എന്താണ് മെസ്സിക്ക് ഡിസേവിങ് അല്ലാത്ത ഈ വേൾഡ് കപ്പ് പൊക്കി പിടിച്ച് അവർ വരും. നേരെ മറിച്ച് അതേപോലെ തന്നെ മെസ്സി ഫാൻസും ഇതേ സംഭവം തന്നെ ചെയ്യണത്. മെസ്സിയും ഇതേ സംഭവം തന്നെയാണ്. മെസ്സിയും വേൾഡ് കപ്പ് പൊക്കി പിടിച്ച് വരും. എന്ത് തോറ്റാലും, എത്ര വലിയ തോൽവി തോറ്റാലും മെസ്സി എന്ത് ചെയ്യും? ഈ ഒരു വേൾഡ് കപ്പ് പൊക്കി പിടിച്ച് വരും. അതേപോലെ തന്നെ മെസ്സി ഫാൻസും എത്ര വലിയ ഊമ്പിയാലും, എത്ര വലിയ റോബറി മെസ്സി ചെയ്താലും മെസ്സി ഫാൻസും ഇതേ സംഭവം തന്നെയാണ്. ഈ ഒരു വേൾഡ് കപ്പ് പൊക്കി പിടിച്ച് വരും. ഇപ്പൊ നമ്മള് ഒരു ഇതെടുത്ത് നോക്കുകയാണ്, അതായത് മെസ്സി ഫാൻസിനോട് എന്ത് ചോദിച്ചാലും വേൾഡ് കപ്പിന്റെ കാര്യം തന്നെ പറയണത്. ഇപ്പൊ ആരെങ്കിലും അവരെ വീട്ടിൽ പോയിട്ട് വീട്ടിൽ അച്ഛനുണ്ടോ ചോദിച്ചാൽ അവരെന്ത് പറയും? അച്ഛനില്ല, പക്ഷെ വേൾഡ് കപ്പ് ഉണ്ട് പറയും. അതാണ് അവരവസ്ഥ. എന്ത് ചോദിച്ചാലും വേൾഡ് കപ്പ് ഉണ്ട്, വേൾഡ് കപ്പ് ഉണ്ട്. വീട്ടിൽ അച്ഛനുണ്ടോ? ഇല്ല, വേൾഡ് കപ്പ് ഉണ്ട്. ഇതാണ് അവരവസ്ഥ. എന്താണ് പറയാ, നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട്? ഇല്ല, വേൾഡ് കപ്പ് ഉണ്ട്. ഇതാണ്, എന്ത് ചോദിച്ചാലും വേൾഡ് കപ്പ് ഉണ്ടെന്ന് അവർക്ക് പറയാനുള്ളൂ. കാരണം തിരിച്ചൊന്നും പറയാനില്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ, തിരിച്ചെന്തെങ്കിലും പറയാൻ പറ്റാത്ത അത്രയും അവസ്ഥ അവർക്ക് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? വേൾഡ് കപ്പിന് കാര്യം എടുത്തിടും. അത്രയും വലിയ ഗതികളിലാണ് അവര്. ഇപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോയിൽ ഇന്റർമിയാമിനെ കുറിച്ചിട്ട് വീഡിയോ ഇട്ട്, ഇന്റർമിയാമി കഴിഞ്ഞ 10 കളിയിൽ ജയിച്ചിട്ട് പോയില്ല എന്ന് പറഞ്ഞിട്ട്, അത് ഇന്റർമിയാമിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഒരു രീതിയിലും ക്ലബ് ഫുട്ബോളും ഇന്റർനാഷണൽ ഫുട്ബോളും വേറെ ലെവലിലാണ് കിടക്കുന്നുള്ളത്. ക്ലബ് ഫുട്ബോളിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. എന്നിട്ട് അവരെന്താ, മെസ്സി ഫാൻസിന്റെ റിപ്ലൈ എന്താണ്? വേൾഡ് കപ്പ്, മെസ്സിക്ക് വേൾഡ് കപ്പ് ഉണ്ട്, മെസ്സി വേൾഡ് കപ്പ് പിടിച്ചിരിക്കുന്ന കുറെ ജിഫുകൾ കയറലാണ് അവർ റിപ്ലൈ. ഇതാണ് ഇവിടെ സംഭവം നടക്കുന്നത്. മെസ്സിക്ക് വേൾഡ് കപ്പ് കിട്ടിയതോട് എല്ലാം അവർക്ക് നേടിയുള്ള സംഭവമാണ്. അല്ലാതെ അവർക്ക് കിട്ടി, അല്ലെങ്കിൽ അവർക്ക് എന്തിനോട് മറുപടി വരാനുള്ള ഒരു ഒരു സംഭവമാണ് അവർക്ക്. അതിനെന്തെങ്കിലും ആഡ് ചെയ്യണ്ട. ഇത് ഈ സംഭവം പറഞ്ഞപ്പോ എനിക്ക് വേറെ സംഭവം ഓർമ്മ വന്നു. ഞാനത് കമന്റ് ബോക്സിനെ കണ്ട്, എന്താണ് റയൽ മാഡ്രിഡ് 14 ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞിട്ട് ചാമ്പ്യൻസ് ലീഗ് തന്നെ കിങ്സ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ്. അതിനുള്ള ഒരു മെസ്സി ഫാൻ കമന്റ് എടുക്കണ് വേൾഡ് കപ്പ് പിടിച്ചിട്ടുള്ള മെസ്സി റീഫ്. അപ്പൊ ഈ റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ് നേടിയതും മെസ്സി വേൾഡ് കപ്പ് എഴുതിയതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അപ്പൊ അല്ലെങ്കിൽ നിങ്ങളുടെ റൊണാൾഡോക്ക് വേൾഡ് കപ്പ് ഉണ്ട് പറഞ്ഞാൽ അതിൻ്റെ വേറെ പല. അപ്പൊ റൊണാൾഡോ വേൾഡ് കപ്പ്, അതേപോലെ മെസ്സി വേൾഡ് കപ്പ് നേടിക്കോട്ടെ, ആര് നേടിക്കോട്ടെ, അതും ചാമ്പ്യൻസ് ലീഗ് എന്താ ബന്ധം? അപ്പൊ അത്രക്കും ബുദ്ധിയില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് മെസ്സി ഫാൻസ് ചെയ്യുന്നത്.